ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ഓഫ് സെൽ വാൾ മുതൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസിലെ രണ്ടാമത്തെ പാരഗ്രാഫ് നൈട്രോജീനിയസ് പ്രോഡക്ട്സ് വരെയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഗ്രോത്ത് ഓഫ് സെൽ വാൾ. അതിൽ തന്നെ ആദ്യത്തേതിൽ പറയുന്നത് തിക്നെസ് കൂട്ടിക്കൊണ്ട് ഗ്രോത്ത് നടത്തുന്നു. രണ്ടാമത്തേത് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രോത്ത് വഴി അതിൻ്റെ തിക്നെസ് കൂട്ടുന്നു. ഫസ്റ്റ്, ഇൻക്രീസ് ഇൻ തിക്നെസ് ഓഫ് സെൽ വാൾ. അതിനായി രണ്ട് തിയറി നമുക്ക് പഠിക്കാനുണ്ട്. തിയറി ഓഫ് അപ്പോസിഷൻ ആൻഡ് തിയറി ഓഫ് ഇൻറ്റർസെപ്ഷൻ. അതിൽ ആദ്യത്തെ തിയറി അപ്പോസിഷൻ തിയറി. അപ്പോസിഷൻ എന്ന് വെച്ചാൽ ലെയറിങ്. ടു പ്ലേസ് ലെയേഴ്സ് അടുക്കി അതിൻ്റെ തിക്നെസ് കൂട്ടുന്നു. പ്രൈമറി സെൽ വാളിലും സെക്കൻഡറി സെൽ വാളിലും ഈ അപ്പോസിഷൻ പ്രോസസ്സ് വഴിയാണ് അതിൻ്റെ തിക്നെസ് കൂട്ടുന്നത്. അടുത്ത് ഇൻറ്റർസെപ്ഷൻ തിയറി പറയുന്നത് ബൈ ദി ഇൻകോർപ്പറേഷൻ ഓഫ് മൈക്രോഫൈബ്രിൽസ്, അഡിഷൻ ഓഫ് മൈക്രോഫൈബ്രിൽസ് ടു ദി എക്സിസ്റ്റിംഗ് ലെയേഴ്സ്. ഉണ്ടായിരിക്കുന്ന ലെയേഴ്സിനിടയ്ക്ക് ഈ മൈക്രോഫൈബ്രിൽസിനെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ തിക്നെസ് കൂട്ടുന്നു. വിത്തിൻ ടു റിസീവ്, മുൻപുണ്ടായിരുന്നതിൻ്റെ കൂടെ മൈക്രോഫൈബ്രിൽസ് ആഡ് ചെയ്യുന്നു, അങ്ങനെ അതിൻ്റെ തിക്നെസ് കൂട്ടുന്നു. അപ്പോസിഷൻ ഈസ് ദി ഗ്രോത്ത് ഓഫ് ദി സെൽ വാൾ ത്രൂ ആൻ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് തിക്നെസ് ബൈ ദി അഡിഷൻ ഓഫ് successive layers of cellulose to the inner part of cell wall. Intussusception is the growth of cell wall through an increase in its surface area by the incorporation of new cellulose microfibrils in between the already existing layers. Next ആയിട്ട് longitudinal growth. To explain the longitudinal growth of plant cell wall, there is an accepted theory called multi-net theory. അടുത്തതിൽ നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിനെറ്റ് തിയറി. അത് പറയുന്നത് അബൌട്ട് ദി ഓറിയൻറ്റേഷൻ ഓഫ് മൈക്രോഫൈബ്രിൽസ് ഇൻ സക്സസീവ് വാൾ ലെയേഴ്സിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് മൈക്രോഫൈബ്രിൽസ് ഈസ് ഓറിയൻറ്റഡ് ട്രാൻസ്വേഴ്സ്ലി and this layer is then pushed by the layer formed by the apposition. During elongation, this layer of microfibrils stretches and will be oriented in longitudinal plane, thereby forming a mesh. According to this theory, microfibrils are oriented first. ആദ്യം മൈക്രോഫൈബ്രിൽസിനെ ഓറിയൻറ്റ് ചെയ്യും, ട്രാൻസ്വേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യും. പിന്നീട് ഈ അപ്പോസിഷൻ ഗ്രോത്ത് വഴി ഉണ്ടാവുന്ന ലെയർ ഈ മൈക്രോഫൈബ്രൽ ലെയറിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഡ്യൂറിങ് സെൽ ഇലോങ്ങേഷൻ ഫസ്റ്റ് ഫോംഡ് ലെയേഴ്സ് ഓഫ് മൈക്രോഫൈബ്രൽസ് ഗെറ്റ് സ്ട്രെച്ച്. ആദ്യം ഉണ്ടായ മൈക്രോഫൈബ്രൽസ് വലിയാൻ തുടങ്ങുന്നു, സ്ട്രെച്ചസ് ആൻഡ് ബിക്കം ഓറിയൻറ്റഡ് ഇൻ എ ലോഞ്ചിറ്റ്യൂഡിനൽ പ്ലെയിൻ. അങ്ങനെ രണ്ടും കൂടി ഒരു മെഷ് രൂപത്തിൽ ഫോം ചെയ്യുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് പോലെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഓറിയൻറ്റേഷൻ ഓഫ് മൈക്രോഫൈബ്രിൽസ് നടത്തുന്നു. അങ്ങനെ ഗ്രോത്ത് ഓഫ് സെൽ വാൾ നടക്കുന്നു എന്നാണ് മൾട്ടിനെറ്റ് തിയറി പറയുന്നത്. അടുത്തത് സെക്രീറ്ററി ക്യാവിറ്റീസ് ആൻഡ് ഡക്ട്സ്. ഇതിൽ ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്നത് ഡിഫറൻസ് ഓഫ് സെക്രീറ്ററി ക്യാവിറ്റീസ് ആൻഡ് ഡക്ട്സ് ഫ്രം സെക്രീറ്ററി സെൽസ്. സെക്രീറ്ററി ക്യാവിറ്റീസ് ആൻഡ് ഡക്ട്സ് സെക്രീറ്റ് സബ്സ്റ്റൻസസ് ഇൻറ്റു ഇൻ്റർസെല്ലുലാർ സ്പേസസ്. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. സെക്രീറ്ററി ക്യാവിറ്റീസ് ആൻഡ് ഡക്ട്സ് സെക്രീറ്റ് ഇറ്റ് സബ്സ്റ്റൻസ് ഇൻറ്റു ദി ഇൻ്റർസെല്ലുലാർ സ്പേസസ്. They are glands with relatively large intercellular space and lined by specialized secretory or epithelial cells. അതൊരു ഗ്ലാൻഡാണ്. അതിന് ചുറ്റും എപ്പിത്തീലിയൽ സെൽസ് ഓർ സെക്രട്ടറി സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
Secretory cavities are small secretory spaces. സെക്രട്ടറി ക്യാവിറ്റീസ് ഈ ഡക്സിനെ കാട്ടിയും ചെറുതാണ്, വളരെ ചെറിയ സെക്രട്ടറി സ്പേസ് ആണ്. പക്ഷേ ഡക്സ് ആണെങ്കിൽ നീളം കൂടിയ സെക്രട്ടറി സ്പേസ് ആണ് ഈ ഡക്സ്. ചില പ്ലാന്റ്സിൽ, ഇൻ സർട്ടൻ പ്ലാന്റ്സ്, parenchyma cells secrete resinous material into ordinary intercellular spaces to form a granular layer along the wall. ചില പ്ലാന്റ്സിൽ പാരൻകൈമ സെൽസ് ആണ് റെസിനസ് മെറ്റീരിയൽ സെക്രീറ്റ് ചെയ്ത് ഇൻ്റർസെല്ലുലാർ സ്പേസസ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രാനുലാർ ലെയർ ഫോം ചെയ്യുന്നു. ഇതിൽ the contents of the cavities and ducts may consist of terpenoids, carbohydrates and other substances. ഇതിൽ ഈ ക്യാവിറ്റീസിലെയും ഡക്റ്റിൻ്റെയും കണ്ടൻറ്റ് ടെർപ്പിനോയിഡ്സോ കാർബോഹൈഡ്രേറ്റ്സോ മറ്റേതെങ്കിലും പദാർത്ഥങ്ങളോ ആയിരിക്കാം. These secretory cavities and ducts are formed by schizogenously or lysogenously. The glands are formed by schizogenously and lysogenously. ഇത് ഷൈസോജീനസ്ലി അല്ലെങ്കിൽ ലൈസോജീനസ്ലി ആണ് ഈ ക്യാവിറ്റീസ് ആൻഡ് ഡക്റ്റ് ഫോം ചെയ്യുന്നത്. അതിൽ ആദ്യത്തത് ഷൈസോജനി. അത് ഈസ് ദ ഫോർമേഷൻ ഓഫ് എ സ്പേസ് ഇൻ എ ടിഷ്യൂ ബൈ ദ സെപ്പറേഷൻ ഓഫ് സെൽസ്. ഒരു പാർട്ടിലുള്ള സെൽസ് സെപ്പറേറ്റ് ചെയ്താണ് ഷൈസോജനിക് ഡക്റ്റ് അല്ലെങ്കിൽ ക്യാവിറ്റി ഫോർമേഷൻ ഉണ്ടാകുന്നത്. Whereas lysogeny is the formation of a space by the enzymatic destruction or dissolution of certain cells. ഒരു പാർട്ടിലുള്ള സെൽസ് ഡീജനറേറ്റ് ചെയ്ത് ഡിസ്ട്രക്റ്റ് ചെയ്ത് ഓൾട്ടോലിസിസ് ഒക്കെ വഴി ആ സെൽസൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്തിട്ടാണ് അവിടെ സ്പേസ് ഫോം ചെയ്യുന്നത്. Schizogenous and lysogenous development. The development of cavities and ducts are of three types. They are schizogenous, lysogenous and schizolysogenous development. 3 തരത്തിലാണ് ക്യാവിറ്റീസിൻ്റെയും ഡക്സിൻ്റെയും ഡെവലപ്മെൻറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണ് നടക്കുന്നത്. ഷൈസോജീനസ് ഡെവലപ്മെൻറ്റ്, lysogenous development and schizolysogenous development. In schizolysogenous development ഇത് രണ്ടും നടക്കുന്നുണ്ട്, ഷൈസോജീനസ്ലി ആൻഡ് ലൈസോജീനസ്ലി. ആദ്യമായിട്ട് നമുക്ക് ഷൈസോജീനസ് ഡെവലപ്മെൻറ്റ് നോക്കാം. ഇൻ ഷൈസോജീനസ് ഡെവലപ്മെൻറ്റ് cavities and ducts are formed by the separation of cells resulting in a space lined with secretory or epithelial cells. ഷൈസോജീനസ് ഡെവലപ്മെൻറ്റിൽ സെൽസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഒരു സ്പേസ് ഉണ്ടാകുന്നത്. അതിന് ചുറ്റും സെക്രട്ടറി അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സെൽസ് കൊണ്ട് ലൈൻ ചെയ്തിരിക്കും. ഇനി ഇൻ ലൈസോജീനസ് ഡെവലപ്മെൻറ്റ് cavities and ducts are results from the dissolution or autolysis of cells. അവിടെയുള്ള സെൽസ് ഓട്ടോലൈസ് ചെയ്ത് ഡിസ്ട്രക്റ്റ് ചെയ്ത് പോയിട്ടാണ് അവിടെ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവുന്നത്. ഇൻ ദീസ് ക്യാവിറ്റീസ് ആൻഡ് ഡക്ട്സ് സെക്രട്ടറി പ്രോഡക്ട്സ് ഈസ് ഫോംഡ് ഫ്രം ദി സെൽസ് which eventually break down and release the product into the resultant space. അവിടെ ഉണ്ടായിരുന്ന സെൽസ് ഡിസ്ട്രക്റ്റ് ചെയ്ത് പോകുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന ഈ സെക്രട്ടറി പ്രോഡക്ട്സ് ആണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ റിസൾട്ടൻ്റ് സ്പേസിൽ ഫില്ല് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ്, ആ പ്രോസസ്സാണ് ഹോളോക്രൈൻ സെക്രീഷൻ. അടുത്തത് ഷൈസോലൈസിജീനസ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാവിറ്റീസ് ആൻഡ് ഡക്ട്സ്. അതിൽ പറയുന്നത് ആദ്യം ഇനിഷ്യൽ സ്റ്റേജസിൽ ഷൈസോജീനസ് ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. ബട്ട് ഇൻ സെക്കൻഡ് ഫേസ് ലൈസോജനി ഒക്കേഴ്സ്.
നമുക്ക് നോക്കാം. Schizolysigenous development of cavities and ducts is initially schizogenous, but lysogeny occurs in later stages by the autolysis of the epithelial cells lining the space to further enlarge the space. ഇതിൽ ആദ്യം ഷൈസോജീനസ് ഡെവലപ്മെൻറ്റ് നടന്ന് അവിടെ ഒരു ക്യാവിറ്റി ഉണ്ടാവും. എന്നിട്ട് അതിന് ചുറ്റുമുള്ള എപ്പിത്തീലിയൽ ലൈനിങ് ഇല്ലേ, ആ സെൽസ് ഓട്ടോലിസിസ് ചെയ്ത് നശിക്കും. അതാണ് ലൈസോജിനി എന്ന് പറയുന്നല്ലോ, അതാണ് ലൈസോജീനസ് ഡെവലപ്മെൻറ്റ്. അവിടെ അത് നടക്കുമ്പോഴത്തേക്കും അവിടുത്തെ സ്പേസ് കുറച്ചുകൂടെ വലുതാവും. അതാണ് ഈ ഷൈസോലൈസിജീനസ് ഡെവലപ്മെൻറ്റ്. അടുത്തത് നോൺ ലിവിങ് ഇൻക്ലൂഷൻസ് ഓഫ് പ്ലാന്റ് സെൽ. ഇൻ അഡിഷൻ ടു സെൽ ഓർഗനൽസ്, plant cells may contain several non-living materials. They are collectively called non-living cell inclusions or ergastic substances. സെൽ ഓർഗനൽസിന് ഉപരിയായി പ്ലാന്റ് സെല്ലിൽ അനേകം നോൺ ലിവിങ് മെറ്റീരിയൽസ് ഉണ്ടാകും. അതിനെ എല്ലാത്തിനെയും ചേർത്ത് പറയുന്ന പേരാണ് നോൺ ലിവിങ് സെൽ ഇൻക്ലൂഷൻസ് ഓർ എർഗാസ്റ്റിക് സബ്സ്റ്റൻസസ്. They are distributed in cytoplasm or inside vacuoles or even in cell walls. They are divided into 3 groups. First one, reserve food materials. Second, secretory substance, and the last, excretory products or waste products. ഇവിടെ ക്ലാസിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. എർഗാസ്റ്റിക് സബ്സ്റ്റൻസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു റിസർവ് ഫുഡ് മെറ്റീരിയൽസ്, secretory products and excretory products. അതിൽ ആദ്യത്തത് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. These are the complex food materials synthesized and stored by plant cell from simple constituents in excess of their demand. ഈ പ്ലാന്റ് സെല്ല് അതിന് ആവശ്യമുള്ളതിനെക്കാട്ടിലും ഉപരിയായിട്ട് ചില ഫുഡ് മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്ത് പല ഭാഗങ്ങളിലുമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സിമ്പിൾ ഗ്ലൂക്കോസ് പോലുള്ള സബ്സ്റ്റൻസ് ചേർത്ത് വെച്ച് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ആക്കി മാറ്റി സ്റ്റോർ ചെയ്യുന്നു. എ പാർട്ട് ഓഫ് ദി സിന്തസൈസ്ഡ് ഫുഡ് ഈസ് യൂസ്ഡ് ബൈ ദ പ്ലാന്റ് ടു സിന്തസൈസ് പ്രോട്ടോപ്ലാസം. And another part is enzymatically oxidized to release energy, and the remainder is stored in cells as reserve food. സിന്തസൈസ് ചെയ്ത് വച്ചിരിക്കുന്ന ഫുഡിൽ ഒരു പാർട്ട് പ്ലാന്റിൻ്റെ പ്രോട്ടോപ്ലാസം സിന്തസിസിനായിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് യൂസ്ഡ് ടു റിലീസ് എനർജി, and the remaining part is stored as reserve food in its cells. These food may be stored in underground stem, roots, or even in seeds, etc. The principal reserve food materials of plants belong to 2 major groups, non-nitrogenous ആൻഡ് നൈട്രോജീനസ്. ഈ റിസർവ് ഫുഡ് മെറ്റീരിയൽസിനെ 2 മേജർ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, നോൺ നൈട്രോജീനസ് ആൻഡ് നൈട്രോജീനസ്. അതിൽ ആദ്യത്തെ നോൺ നൈട്രോജീനസ് പ്രോഡക്ട്സ്. ദി നോൺ നൈട്രോജീനസ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഓയിൽസ് ആൻഡ് വാക്സസ്. ഈ നൈട്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട്സ്, ഈ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഓയിൽ ആൻഡ് വാക്സസ്, ഇതിൽ നൈട്രജൻ കണ്ടൻറ് ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ നൈട്രോജീനസ് പ്രോഡക്ട്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് നൈട്രോജീനസ് പ്രോഡക്ട്സ്. നൈട്രോജീനസ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് പ്രോട്ടീൻ ആൻഡ് അമിനോ കോമ്പൗണ്ട്സ്. നൈട്രജൻ്റെ പ്രസൻസ് ഉള്ള കോമ്പൗണ്ട്സ്, പ്രോട്ടീൻസ് ആൻഡ് അമിനോ കോമ്പൗണ്ട്സ് ആണ് ഈ നൈട്രോജീനസ് പ്രോഡക്ട്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു. ഹോപ്പ് യു ഓൾ ലവ് ദി ക്ലാസ്. ലെറ്റ്സ് see you again. Thank you very much.
എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക. എനിക്കറിയാമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.